മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വാക്കിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകണം. ബയോഡൈവേഴ്സിറ്റി ഞാൻ പറഞ്ഞു, അതിനകത്ത് കുറച്ച് വേർഡ് പറഞ്ഞു. രണ്ട് ഞാൻ പറഞ്ഞത് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഇൻ ദ ജോഗ്രഫി ഓഫ് ഇന്ത്യ. മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പീഷീസ്. ഓക്കെ. 4 വളരെ ഇമ്പോർട്ടൻ്റ് വരുന്ന വാക്കാണ് IUCN. IUCN എക്സ്പാൻഷൻ നിങ്ങൾക്കറിയാം. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. International Union for Conservation of Nature and Natural Resources. Okay. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാൻഡ് എന്ന് പറയുന്ന പ്ലേസിൽ, സ്വിറ്റ്സർലാൻഡിലാണ്. ഗ്ലാൻഡ് ഓഫ് സ്വിറ്റ്സർലാൻഡ്, അവിടെ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. 2 നോക്കാം. ഇതിൻ്റെ പഴയ പേര് 1949 ഇത് സ്ഥാപിച്ചത്. 49 ബൈ ദ ബോഡി കോൾഡ് യുനെസ്കോ. യുനെസ്കോ ആണ് ഇത് കൊണ്ടുവന്നത്, ഈ കോൺസെപ്റ്റിനെ. അന്ന് ഇതിൻ്റെ പേര് IUPN ആയിരുന്നു. ആ വാക്കുകൾ ശ്രദ്ധിക്കണം. അന്ന് ഹെഡ്ക്വാർട്ടേഴ്സും സ്വിറ്റ്സർലാൻഡ് അല്ല, ഫ്രാൻസ് ആയിരുന്നു. അപ്പൊ 49 യുനെസ്കോ കൊണ്ടുവന്ന ഒരു കമ്പോണന്റ് ആയിരുന്നു ഈ പറയുന്ന IUCN. അന്ന് അതിൻ്റെ പേര് കൊടുത്തത് IUPN. IUPN എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് നേച്ചർ. സെൽഫ് സർവീസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. Initially, IUCN was known by the term IUPN, with headquarters at France. Okay. Later, the name was changing into പിന്നെയും പേര് മാറ്റി വേൾഡ് കൺസർവേഷൻ യൂണിയൻ എന്നാക്കി. രണ്ടാമത്തെ പേര് ഇതായിരുന്നു. ഇപ്പോഴത്തെ പേരാണ് ഈ പറയുന്ന IUCN. ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ഹിസ്റ്ററി. ഇത്രയെങ്കിലും മിനിമം ഓർക്കണം. അപ്പോൾ 1949 ആരാ കൊണ്ടുവന്നത്? യുനെസ്കോയാണ് കൊണ്ടുവന്നത്. നല്ല വേർഡാ, യുനെസ്കോ. 3 അതിൻ്റെ പഴയ പേര് IUPN, ചേഞ്ചിങ് ഇൻ ടു വേൾഡ് കൺസർവേഷൻ യൂണിയൻ. കറൻ്റ്ലി ദ നെയിം ഈസ് IUCN. ഓക്കെ. ആദ്യത്തെ പോയിന്റ്. 2 വാട്ട് ഇസ് ദ റോൾ? 3 പോയിന്റ് ഇവിടെ പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. 1 കൺസർവേഷനിലാണ് അവരുടെ റോൾ. കൺസർവേഷൻ ഓഫ് ഓൾ ദ ബയോളജിക്കൽ റിസോഴ്സസ്. ഓക്കെ. 2 അഡ്വൈസറി ബോഡിയാണ്, ആർക്ക് വേണമെങ്കിലും അഡ്വൈസ് കൊടുക്കുന്നത്. ഓക്കെ. എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ നമ്മുടെ സൈലന്റ് വാലി ഇഷ്യൂ വന്നപ്പോൾ ദ ലേറ്റ് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി asked the suggestion of Silent Valley to be conserved or not with IUCN. ആലോചിക്കുക. അന്ന് ഇന്ദിരാഗാന്ധി നേരിട്ട് IUCN വിളിക്കുകയും സൈലന്റ് വാലി ഇന്നൊരു ഇഷ്യൂ കിടപ്പുണ്ട്, അത് കൺസർവ് ചെയ്യണോ വേണ്ടയോ എന്ന് ആദ്യമായിട്ട് അഡ്വൈസ് ചോദിച്ചതും IUCNലായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അത്രയ്ക്കും യുണീക്കാണ് IUCN. അഡ്വൈസറി ബോഡിയാണ്. 3 they will do funding. ആവശ്യമുണ്ടെങ്കിൽ ഫണ്ടിങ് അവർ തരും. ഇതാണ് അവർ ചെയ്യുന്ന കമ്പോണൻസ്. അപ്പോൾ അവർ 3 കമ്പോണൻസാണ് ചെയ്യുന്നത്. 1 കൺസർവേഷൻ ആണ്. അതിൻ്റെ വേർഡത്തിന് അവിടെ പറയുന്നുണ്ട് കൺസർവേഷൻ. അപ്പോൾ അത് പ്രത്യേകിച്ച് പറയണ്ട. 2 അഡ്വൈസറി ബോഡിയാണ്. 3 they will provide support through funding. ഫണ്ടിങ് മാത്രമല്ല, if you need a technical support, for example you want to do an captive breeding of an animal. captive breeding അറിയാമോ? നീലഗിരി താറ് ഇപ്പം അടയ്ക്കാൻ പോകുന്നു അല്ലേ? ഇനി 1 മാസത്തേക്ക് തുറക്കത്തില്ല അത്. കാരണം എന്താ തുറക്കാത്തത്? നീലഗിരി താറിന് എന്ത് ചെയ്യാൻ പോകുന്നു? ബ്രീഡ് ചെയ്യാൻ പോകുന്നു. ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗ് ആണ് ഇത്. ഏതെങ്കിലും അനിമൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടെക്നോളജി മുഴുവൻ ആര് തരും? IUCN തരും. ഫണ്ടിങ് മാത്രമല്ല, they will provide the technical support for conservation. ഈ ഒരു ബോഡിക്ക് കൊടുത്ത പേരാണ് ഗ്ലോബൽ ബോഡിയാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, റെഗുലറായിട്ട് 2 കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കും. 1 they are the authors of the letter called RDB, Red Data Book. Red Data Bookന്റെ കസ്റ്റോഡിയൻ എന്ന് വിളിക്കുന്നത് IUCN ആണ്. So they are the custodian of Red Data Book. 2 so they nominating a word for the conservation center, what we commonly call hotspots. വെസ്റ്റേൺ ഗാർഡ്സ് എന്താ വിളിക്കുന്നത്?
ഹോട്ട്സ്പോട്ട് എന്നാണ് പറയുന്നത്. ഈ വാക്ക് നോമിനേറ്റ് ചെയ്യണമെങ്കിൽ ആരെ പെർമിറ്റ് ചെയ്യണം? IUCN പെർമിറ്റ് ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ്. സോ IUCN ഇൻവോൾവ് ഇൻ 2 ഡൈനാമിക് വർക്ക്സ്. ഡൈനാമിക് ആണ്, കാരണം സ്റ്റേഷനറി അല്ല. ഒന്നെന്താണ്? അപ്ഡേറ്റിംഗ് റെഡ് ഡേറ്റ ബുക്ക്. 2, ഡിക്ലെയറിംഗ് ദ വേർഡ് കോൾഡ് ഹോട്ട്സ്പോട്ട്സ്. ഓക്കെ, ദാറ്റ്സ് ദ IUCN. അപ്പോൾ ഇതും പഴയ നിങ്ങൾ സിവിൽ സർവീസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ് അവർ തന്നിരുന്നത്. ഒന്ന്, യുനെസ്കോ ഡിക്ലെയർഡ് ദ ബോഡി ഇൻ 1949 ആസ് IUPN. 2, ഇൻവോൾവ് ഇൻ കൺസർവേഷൻ, അഡ്വൈസറി, ഫണ്ടിങ് ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട്. 3, they are the authors of Red Data Book and Hotspot across the world. 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് കൊടുക്കുക. നമുക്ക് അത്രയും മതി. IUCN റെഡ് ഡേറ്റ ബുക്ക് നമുക്ക് വേണ്ടത് അതാണ്. റെഡ് ഡേറ്റ ബുക്കിൽ വരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് കയറിയത്. റെഡ് ഡേറ്റ ബുക്ക്, RDB. സോ റെഡ് ഡേറ്റ ബുക്ക്. ഇനി ഇതിനകത്ത് എപ്പോഴും ക്വസ്റ്റ്യൻ ഒരു കൺഫ്യൂഷൻ വരും. ഐ റിപ്പീറ്റ് ദ വേർഡ്. റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുമ്പോൾ IUCN ആണ്, വേറെ ഒരുത്തരും അതിനകത്ത് ഓതേഴ്സ് ഇല്ല. പക്ഷെ ക്വസ്റ്റ്യനകത്ത് ഇന്ത്യൻ റെഡ് ഡേറ്റ ബുക്ക് എന്ന് തരുന്നുണ്ടെങ്കിൽ IUCN ഒരു റോളുമില്ല അതിനകത്ത്. ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യയിൽ 2 ബോഡീസാണ്. ഒന്ന് ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യ, 2 സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ അത് വളരെ ഡിഫറൻ്റ് ആണ്, തെറ്റിക്കരുത്. അപ്പോൾ അത് ഓർത്ത് വെച്ചോളണം. ഇന്ത്യൻ റെഡ് ഡേറ്റ ബുക്ക് എന്നേ പറയത്തുള്ളൂ, അല്ല റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയാൻ പാടില്ല. ഇന്ത്യൻ റെഡ് ഡേറ്റ ബുക്ക് എല്ലാ കൺട്രിക്കും ഉണ്ട് അവരുടെ. മറ്റേ ഇന്റർനാഷണൽ ആണ്. ആദ്യം പറയുന്നത് ഇന്റർനാഷണൽ ആണ്, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നേഷൻ്റെയാണ് ഇന്ത്യൻ റെഡ് ഡേറ്റ ബുക്ക്. അപ്പോൾ ഇന്ത്യൻ റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിൻ്റെ ഓതേഴ്സ് എന്ന് വിളിക്കുന്നത് ഒന്ന് ബൊട്ടാനിക്കൽ, മറ്റേത് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. 2ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കൽക്കട്ടയാണ്. അപ്പോൾ അങ്ങനെ ചോദ്യം എന്ത് വേണമെങ്കിൽ ഡയറക്റ്റ് ചെയ്ത് പോവാം. കൽക്കട്ട, 2ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൽക്കട്ട. നമ്മൾ IUCN ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ പറഞ്ഞത്? ഗ്ലാൻഡ് ഓഫ് സ്വിറ്റ്സർലാൻഡ്. അതുപോലെ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കൽക്കട്ടയാണ്. ഓക്കെ, പോയിന്റ് നമ്പർ 1. എന്താണ് റെഡ് ഡേറ്റ ബുക്ക് റെഫർ ചെയ്യപ്പെടുന്നത്? എന്തായിരിക്കും? ഇറ്റ് ഡിസ്പ്ലേ ദോസ് ലിവിങ് ഓർഗാനിസം വിച്ച് ആർ ഇൻ ദ വെർജ് ഓഫ് ഡിസപ്പിയറൻസ്. ഇൻ ദ വെർജ് ഓഫ് ഡിസപ്പിയറൻസ്, അല്ലാതെ എന്ത് ചെയ്തിട്ടില്ല? ഡിസപ്പിയർ ആയിട്ടില്ല. ഡിസപ്പിയർ ആയിപ്പോയാൽ വാക്ക് മാറി പറയണം. എക്സ്റ്റിങ്ക്റ്റ്. അപ്പൊ എന്റെ പോയിന്റ് ഇതാണ്, റെഡ് ഡേറ്റ ബുക്കിനകത്ത് ആര് വരത്തില്ല? എക്സ്റ്റിങ്ക്റ്റ് വരത്തില്ല. ഇപ്പൊ ഡൈനോസോർ ഇല്ല, ബുക്കിനകത്ത് പറയത്തില്ല. അപ്പൊ റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുമ്പോൾ എ ബുക്ക് നറേറ്റിംഗ് ദോസ് ഓർഗാനിസം വിച്ച് ആർ ഇൻ ദ വെർജ് ഓഫ് ഡിസപ്പിയറൻസ്. 2, എന്തൊക്കെ ഓർഗാനിസമാണ് ഇതിനകത്ത് അവർ നറേറ്റ് ചെയ്യാൻ പോകുന്നത്? എല്ലാ ലിവിങ് ഓർഗാനിസം ആണോ, അല്ല സെലക്റ്റീവ്ലി സർട്ടൻ ഗ്രൂപ്പ്സ് ആണോ? അടുത്ത ചോദ്യം. ഇതിനകത്ത് 3 കാറ്റഗറി മാത്രമേ അവർ നറേറ്റ് ചെയ്യത്തുള്ളൂ. ഒന്ന് ഫഞ്ചൈ, FUNGI. ഫഞ്ചൈ എല്ലാ ഫംഗൽ സ്പീഷീസിനെ അവർ എന്ത് ചെയ്യും? നറേറ്റ് ചെയ്യും. പൂപ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, മഷ്റൂം ഒക്കെ അതിനകത്ത് കയറി വരുന്നത്. 2, ഓൾ ദ പ്ലാന്റ്സ്. പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ആൽഗിയിൽ തുടങ്ങി ഫ്ലവറിംഗ് പ്ലാന്റിൽ എൻഡ് ചെയ്യും. മനസ്സിലായോ? എല്ലാം പ്ലാന്റ് ആണ്. ആൽഗിയിൽ തുടങ്ങി ഫ്ലവറിംഗ് പ്ലാന്റിൽ കൊണ്ട് എൻഡ് ചെയ്യും. ഓൾ ദ അനിമൽസ്, പ്രോട്ടോസോവിൽ തുടങ്ങി മാമ്മൽസിൽ കൊണ്ട് എൻഡ് ചെയ്യും. ഈ 3 കാറ്റഗറി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നറേറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, വേറെ എന്തില്ല? വേറെ എന്തൊക്കെ ഉണ്ട്? പ്രോട്ടോസോ, ഇത് ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, മൈക്രോപ്ലാസ്മ ഉണ്ട്, ഇങ്ങനെ ഒരുപാടുണ്ട്, പ്രയോൺസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാടുണ്ട്. ഇതൊന്നും എവിടെ വരത്തില്ല? ബ്രെഡിന്റെ ബുക്കിനകത്ത് വരത്തില്ല. അപ്പൊ ഇറ്റ് കംപ്രൈസ് ഓൺലി 3 കാറ്റഗറി കോൾഡ് ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഇതാണ് വാക്ക്. നമുക്കത് വേണ്ട. ഫഞ്ചൈ, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, 3 വാക്ക്. ഓക്കെ, 3ാമത്തെ പോയിന്റ്. ഈ ബുക്ക് ഡൈനാമിക് ആണ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഒരിക്കൽ പബ്ലിഷ് കൈയും കിട്ടി അവിടെ ഇരിക്കത്തില്ല. എല്ലാ കൊല്ലം എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇന്ന് ഒരു കാറ്റഗറി ഒരു പേജിൽ പറയുമ്പോൾ അടുത്ത വർഷം ആ കാറ്റഗറി ആ ഇവിടെ കാണണമെന്നില്ല, ചിലപ്പോൾ കാണത്തേയില്ല. കാരണം എന്താണ്? ഡിസപ്പിയർ ചെയ്ത് പോയി, ആ ബുക്കിൽ വരത്തില്ല. അപ്പോൾ എവറി ടൈം ദ ബുക്ക് വിൽ ബി അപ്ഡേറ്റ്. വെനെവർ ദേ ഗെറ്റ് ദ നോളജ് ദേ അപ്ഡേറ്റ് ദ ബുക്ക്. 4,
ലേമാൻ ബുക്കാണ്. LAY എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? സയന്റിഫിക് അല്ല. ഒരു കോമൺ മാൻ വായിച്ചാൽ എന്ത് ചെയ്യണം? മനസ്സിലാവാൻ പറ്റണം, മനസ്സിലാക്കണം. അപ്പോൾ സയന്റിഫിക് ആയിട്ട് ഒരു ജാർഗൻസും ഇവിടെ കാണത്തില്ല, ടെക്നിക്കലായിട്ട് ഒരു വേർഡും കാണത്തില്ല. അത് ആകെ കാണുന്ന പ്ലാന്റിന്റെ പേര്, എവിടേക്ക് കാണുന്നു, എപ്പോഴാണ് പൂക്കുന്നത്, അല്ലെങ്കിൽ അനിമലാണ് എപ്പോഴാണ് ബ്രീഡ് ചെയ്യുന്നത്, ഏതൊക്കെ കൺട്രിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എത്ര നമ്പർ ഉണ്ട്, ഇതൊക്കെയാണ് ഇത് കാണുന്നത്. അല്ലാതെ ടെക്നിക്കലി ഒരു വേർഡ് പോലും അവർ ഇതിനകത്ത് പറയത്തില്ല. ഓക്കെ, അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബുക്കിനകത്ത് 2 പേജസ് വളരെ യുണീക്കാണ്. ഒന്ന് പിങ്ക് പേജസ് എന്ന് പറയും, 2 ഗ്രീൻ പേജസ് എന്ന് പറയും. ഈ ബുക്കിനകത്ത് 2 പേജസ് വളരെ യുണീക്കാണ്. Certain pages are called with the term pink pages, others are called with the term green pages. Okay, pink pages എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് തന്നെ which indicating, narrating those organisms which are at danger, endangered ആയിട്ട് വരുന്നത് എല്ലാം എവിടെ വരും? പിങ്ക് പേജസിനകത്ത് വരും. എന്ന് പറയുമ്പോൾ അത് പറയാൻ കാരണം എന്താണ്? മര്യാദയ്ക്ക് അവനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ അവൻ എങ്ങോട്ട് പോകും? എക്സ്റ്റിങ്ക്റ്റിലോട്ട് പോകും. അപ്പം അങ്ങനെ വരുന്ന എല്ലാ അനിമലിനും പ്ലാന്റിനെയും എവിടെ കൊണ്ടുവരും? ഈ പിങ്ക് പേജസിനകത്ത് കൊണ്ടുവരും. ഇഫ് ദ ആർ റിക്കവറിങ്, ഇറ്റ് വിൽ ബി റീപ്ലേസ്ഡ് ഇൻ ടു ദ ഗ്രീൻ പേജസ്. അപ്പോൾ ഗ്രീൻ പേജസ് പറയുമ്പോൾ എന്തായിരിക്കും? റിക്കവേർഡ് ഓർഗാനിസംസ് ആയിരിക്കും. എന്ന് പറയുമ്പോൾ തിരിച്ചു പറയുമ്പോൾ അവൈലബിൾ ഇൻ പ്ലന്റി, ഇഷ്ടംപോലെ അവൈലബിൾ ആണ്, റിക്കവർ ചെയ്യപ്പെട്ടു. കൺസർവേഷൻ കൊണ്ട് എന്ത് ചെയ്തു? റിക്കവർ ചെയ്തു. സോ വി ബ്രാൻഡ് ദം അണ്ടർ ദ കാറ്റഗറി കോൾഡ് ഗ്രീൻ പേജസ്. അല്ലാതെ അതിനകത്ത് റെഡ് പേജസ് എന്നുള്ള പേജസ് ഒന്നും ഇല്ല, അതൊന്നും എഴുതി കളയരുത്. പല ഇന്ത്യൻ ബുക്കിനകത്ത് അങ്ങനെ ഒരു വാക്ക് കാണുന്നുണ്ട്. അങ്ങനെ ഒരു വാക്ക് IUCN പറഞ്ഞിട്ടില്ല. നമ്മൾ വെറുതെ അങ്ങനെ കുറെ വാക്കുകളൊക്കെ പറഞ്ഞ് ഇട്ട് പോവുകയാണ്. റെഡ് പേജസ് ഒരു വാക്കില്ല, ആകെ 2 വാക്കേ ഉള്ളൂ, പിങ്ക് പേജസും ഗ്രീൻ പേജസും. ഇവിടെയൊക്കെയാണ് നമ്മൾ മിസ്ലീഡ് ചെയ്ത് പോകുന്നത്. അപ്പം നേരെ വേണം സൈറ്റിൽ നിന്ന് പഠിച്ചില്ലെങ്കിൽ നമ്മൾ അബദ്ധം പറ്റും, തെറ്റിലോട്ട് പോകും. അപ്പോൾ റെഡ് പേജസ് ഇല്ല, അങ്ങനെ വാക്കില്ല. അപ്പോൾ ആകെ വാക്കുള്ള 2 വാക്ക്, പിങ്ക് പേജസും ഗ്രീൻ പേജസും. പിങ്ക് പേജസ് പറയുമ്പോൾ എന്താണ്? എൻഡേഞ്ചേർഡ് കാറ്റഗറിയാണ്. റിക്കവറി ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയാൽ. ഓക്കെ, അടുത്ത ലാസ്റ്റ് പോയിന്റ് കാറ്റഗറൈസേഷൻ. ഇനിയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ പറയാൻ പോകുന്നത്. കാറ്റഗറൈസ് ചെയ്യുക. ഇവിടെ പൊതുവായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് 7 മേജർ കാറ്റഗറീസ് ആണ്. 7 മേജർ കാറ്റഗറീസ് ഡിസ്പ്ലേഡ് ഇൻ ദ റെഡിറ്റർ ബുക്ക്. ഏറ്റവും പ്രധാനം വരുന്നത്, സോ ഐ വിൽ പുട്ട് ദ ഫസ്റ്റ് 3 വേർഡ്സ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. നിങ്ങൾ 3 എഴുതിപ്പോയാൽ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. 2 എൻഡേഞ്ചർ, 3 കോളം കൊടുത്ത് എഴുതിപ്പോയാൽ വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. 3 വൾണറബിൾ. ഞാൻ 1-2 പോയിന്റ് പറഞ്ഞുള്ളൂ, ഡെപ്തിലൊന്നും പോകുന്നില്ല. 3 വേർഡ് വളരെ യുണീക്കാണ്. 1 ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്, 2 എൻഡേഞ്ചേർഡ് ആണ്, 3 വൾണറബിൾ ആണ്. ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ ആദ്യം നോട്ട് ചെയ്യുക. 1-2 എക്സാമ്പിൾ ഞാൻ പറയാം. 1, ഞാൻ ആദ്യം പറഞ്ഞ ബേർഡ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡ് 2020 ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വാച്ച് ചെയ്തിരിക്കുന്ന ബേർഡാണ്. 2, നമ്മളെ കേരള ഓറിയന്റ് ഇത് പറയും മലബാർ സിവറ്റ്, CIVET. മലബാർ സിവറ്റ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ഗാരിയൽസ്, GHARIAL ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ഗാരിയൽസ്. ഇനിയും പറയാൻ പറ്റും, നമ്മൾ എന്താണ്, സൈബീരിയൻ ക്രെയിൻ ഒരു മൈഗ്രേറ്ററി ബേർഡാണ്. സൈബീരിയൻ, SIBERIAN, ക്രെയിൻ CRANE ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ഹിമാലയൻ കോയൽ, QUAL ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. പിഗ്മി ഹോഗ്, PYGMY, ഹോഗ് HOG ആസാമിൽ മാത്രം കാണുന്നതാണ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു കുറേ എക്സാമ്പിൾ പറഞ്ഞു. മലബാർ സിവറ്റ് കേരളത്തിൽ അത് മാത്രമേ വരുന്നുള്ളൂ. ഇതെല്ലാം എന്താണ്? ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. എന്താണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്? ശ്രദ്ധിക്കുക. സോ ഹിയർ ഗ്ലോബലി 90% ഓഫ് ദിയർ പോപ്പുലേഷൻ ഡിസപ്പിയർഡ്.
90% എന്ത് ചെയ്യപ്പെട്ടു? ഡിസപ്പിയർ ചെയ്തിരിക്കുക. തിരിച്ചു എനിക്ക് പറയാൻ എന്താണ്? ആകെ എത്രയേ ഉള്ളത്? സർവൈവൽ എത്രയേ ഉള്ളൂ? ഗ്ലോബൽ സ്കെയിൽ. ഓക്കെ, പോയിന്റ് നമ്പർ 1. 2, wherever the animal or the plant is recorded, they containing 50 viable matured individuals. ആ വാക്ക് ശ്രദ്ധിക്കണം. എവിടേക്കാണോ ഈ അനിമലിനെയോ പ്ലാന്റിനെയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ആ ലൊക്കാലിറ്റിയിലെല്ലാം എത്ര വെച്ചുണ്ട്? 50 വെച്ചുണ്ട്. 50 ഏതായിരിക്കും? മെച്ചുവേർഡ് ആണ്. കുട്ടികളൊന്നും കൂട്ടത്തില്ല അതിനകത്ത്. കാരണം കുട്ടികൾ മെച്ചുവർ ആവും പോലും നമുക്ക് അറിയത്തില്ല. മെച്ചുവർ വയബിൾ ഓർഗൻസ് എത്ര കാണും? 50 എണ്ണം കാണും. ഇൻ ദ ലൊക്കാലിറ്റി where the animal is recorded, we brand them by the word critically endangered. ഇതല്ലാതെ വെറും ഒന്നും എഴുതി കളയരുത് IUCN പറഞ്ഞിട്ടില്ല. നമ്മൾ വേറെ കഥ ഒന്നും എഴുതി വെക്കേണ്ട. 2 പോയിന്റ് അവർ പറഞ്ഞിട്ടുള്ളൂ. 90% is lost globally. The locality where the animal or the plant is recorded containing 50 matured viable individuals. അവിടെ ആരെ കൂട്ടത്തില്ല? യങ് വൺസിനൊന്നും കൂട്ടത്തില്ല. കാരണം മെച്ചുവർ ആവുമെന്ന് നമുക്കറിയത്തില്ല. ഓക്കെ. 2, എൻഡേഞ്ചേർഡ്. ടൈഗർ എൻഡേഞ്ചേർഡ് ആണ്. എലിഫന്റ് എൻഡേഞ്ചേർഡ് ആണ്. റൈനോസറസ് എൻഡേഞ്ചേർഡ് ആണ്. ടൈഗർ പറയാം, എലിഫന്റ് പറയാം, റൈനോസറസ് പറയാം. ഇതെല്ലാം എന്താണ്? എൻഡേഞ്ചേർഡ് ആണ്. ഇവിടെ എൻഡേഞ്ചേർഡ് പറയുമ്പോൾ ശ്രദ്ധിക്കുക പോയിന്റ്, 70% ഈസ് ലോസ്റ്റ്. 70% നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പം 30% സർവൈവലുള്ളൂ. ഓക്കെ. ഇനി 50 പകരം ദ ലൊക്കാലിറ്റി കണ്ടെയ്നിങ് 250 മെച്ചുവേർഡ് ഓർഗാനിസംസ് 5 ടൈംസ് ഉണ്ടാവും. ഈ 2 ക്വാളിറ്റി ഉണ്ടെങ്കിൽ യു ബ്രാൻഡ് ദം ബൈ ദ വേർഡ് കോൾഡ് എൻഡേഞ്ചേർഡ്. ഓക്കെ. But 90 lost, 50 survival, critically endangered. 70 lost, 250 survival, you brand them as. Okay, ഈ 2 കാറ്റഗറിയുമാണ് ഏതിനകത്ത് വരുന്നത്? പിങ്ക് പേജസിനകത്ത് വരുന്നത്. ഞാൻ എൻഡേഞ്ചർ എന്ന് പറഞ്ഞാലും ഇൻക്ലൂഡിങ് ദിസ് വൺ, ഇതും എൻഡേഞ്ചേർഡ് ആണ്. പിങ്ക് പേജസിനകത്ത് ആകെ വരുന്നത് ഈ 2 കാറ്റഗറി മാത്രമേ ഉള്ളൂ. റൈറ്റ് ഫ്രം ഹിയർ ടു ഹിയർ. അപ്പോൾ നമ്മളവിടെ ഒക്കെ എൻഡേഞ്ചേർഡിനെ പറഞ്ഞു പോകത്തുള്ളൂ. ഇതും എൻഡേഞ്ചേർഡ് ആണ്. ക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? മോർ അറ്റ് എൻഡേഞ്ചർ ആണ്. ഓക്കെ. ഇനി വൾണറബിൾ. വൾണറബിൾ എക്സാമ്പിൾ വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണ്ട, ഞാൻ പിന്നെ പറഞ്ഞു തരാം. എന്നിവ ഇതിനകത്ത് വരുന്നത് 50% ഈസ് ലോസ്റ്റ്. 50% സർവൈവലാണ്. 50% എന്ത് ചെയ്തു? ഡിസപ്പിയർ ചെയ്തിരിക്കുക. 50% ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മെച്ചുവർ ഇൻഡിവിജ്വൽ ഏതാണ്ട് 1000 എണ്ണം കാണും ഒരു ലൊക്കാലിറ്റി. Thousands are surviving. So you brand them by the word vulnerable. ആദ്യത്തെ 3 കാറ്റഗറി ഇതാണ്. So I repeat the word: critically endangered 90 lost, 50 survival. Endangered 50%, 70% lost, 250 survival. Vulnerable 50 lost, thousands are surviving. He called them respectively the 3. And these are the 3 categories given utmost priority by IUCN for conservation. അപ്പോൾ ഈ 3 കാറ്റഗറിയുമാണ് നമ്മൾ കൺസർവ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരിക്കൽ ചോദ്യം വന്നത് ഇന്ത്യൻ വൾച്ചേഴ്സ്. ഇന്ത്യയിൽ ഏതാണ്ട് 8 വൾച്ചർ വെറൈറ്റി അവൈലബിൾ ആണ്. അതിൽ 3 ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ചോദ്യം ഇങ്ങനെ എന്ത് പണി ചോദിക്കാൻ പറ്റും? ഇന്ത്യയിൽ മിക്കവാറും വരുന്ന 8 വൾച്ചറിൽ 3 ഏത് കാറ്റഗറിയാണ്? ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലാസ്റ്റ് ഇയർ ഡിക്ലെയർ ചെയ്യുക വൾച്ചർ സേഫ് സോൺ ഇൻ ഇന്ത്യ. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ 3 മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ഞാൻ പോട്ടെ. അടുത്ത നോക്കുക, നിയർ ത്രെട്ടൻഡ്. 2 ലീസ്റ്റ് കൺസേൺ. 3 ഡേറ്റ ഡെഫിഷ്യൻറ്റ്. 4 നോട്ട് ഇവാലുവേറ്റഡ്.
അടുത്ത 4 categories. So I place the word 4. ഒന്ന് near threatened, 2 least concern, 3 data deficient, 4 not evaluated. ഓക്കെ, 4 ഒരുമിച്ച് തന്നെ ഞാൻ പറയാം. ആദ്യത്തെ 3 കോളത്തിനും ഒറ്റ പോയിന്റ് ഒരുമിച്ച് എഴുതാം. All the 3 categories are evaluated. എന്ന് പറയുമ്പോൾ എന്താർത്ഥം? സെൻസസ് റിപ്പോർട്ട് എടുത്തിരിക്കുക, നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിരിക്കുക. നിയർലി ത്രെട്ടൻ ഇവാലുവേറ്റ് ചെയ്തു, ലീസ്റ്റ് കൺസേൺ ഇവാലുവേറ്റ് ചെയ്തു, ഡേറ്റ ഡിഫിഷനും എന്ത് ചെയ്തു? ഇവാലുവേറ്റ് ചെയ്തു. ഇവാലുവേറ്റഡ് ആണ്. ഓക്കെ, സോ വി ഇവാലുവേറ്റഡ് ദ 3 categories. ഇനി ഇവിടെ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ ദിസ് കാറ്റഗറി ഓഫ് അനിമൽ cannot be included either under vulnerable or into endangered or into critically endangered, but some casual factor is threatening their survival, but currently the organism is safe, which cannot be included under the above 3 categories. So we brand them a temporary compartment, what we commonly call near threatened.